Hello and welcome to yet another video of KCS classes. KCS classes le mattoru pudhiya video ilekku ellavarkkum swagatham. This is Kiran CS 5th semester Calicut University syllabus based preparation day. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ രണ്ട് മൊഡ്യൂൾസ് ഫിനിഷ് ചെയ്തു. നമ്പർ 1 മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് തിയറി മാത്രമായിരുന്നു. ദെൻ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ മൊഡ്യൂളാണ് മാർജിനൽ കോസ്റ്റിംഗ്. സോ ഈ രണ്ട് മൊഡ്യൂൾ നമ്മൾ ഫിനിഷ് ചെയ്തു. പുതിയൊരു മൊഡ്യൂളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്? അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ അതിനുശേഷം നെക്സ്റ്റ് വീഡിയോ മുതൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് വരാറുള്ളതാണ് ഒരു 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു ചാപ്റ്ററിന്. ഓക്കെ, സോ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഫണ്ട് ഫ്ലോ അനാലിസിസ്. എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്? അവിടെ ഒരു ടേം അവിടെ കിടക്കുന്നുണ്ട്, ഫണ്ട് അല്ലെ. എന്താണ് ഫണ്ട് എന്ന് അറിയണം. സോ ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻട്രൊഡക്ഷനിലോട്ട് പോവാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ഒരു ഫൈനൽ അക്കൗണ്ട് എന്തായാലും കമ്പൽസറി ആയിട്ടും അവർ പ്രിപ്പയർ ചെയ്യണം. എന്താണ്? ട്രേഡിംഗ് പിയാനൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. ട്രേഡിംഗ് പിയാനൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സോ അതിന് നമ്മൾ പറയും ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ബാലൻസ് ഷീറ്റ്. ദെൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് ആൻഡ് പിയാനൽ അക്കൗണ്ട്. സോ ട്രേഡിംഗ് ആൻഡ് പിയാനൽ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഒരു പെർട്ടിക്കുലർ ഇയറിന്റെ. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. സോ ഒരു ഇയറിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതൊരു സ്റ്റാറ്റിക് ഡീറ്റെയിൽസ് ആണ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ പറയുമ്പോൾ ഒരു കമ്പനിക്ക്, ഒരു ഓർഗനൈസേഷന്, എസ്പെഷ്യലി ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് ഡിസിഷൻ എടുക്കണമെങ്കിൽ പലപ്പോഴും ചേഞ്ച് അവിടെ ആവശ്യം വരും. എന്താണ് ചേഞ്ച്? നമ്മളെപ്പോഴും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഇല്ല, വളരെ മോശമായിട്ടാണ് പെർഫോമൻസ് എന്നുള്ളതൊക്കെ പലപ്പോഴും പറയുന്നത് കമ്പയർ ചെയ്തിട്ടാണ് അല്ലെ. കമ്പയർ ചെയ്തിട്ടാണ്. സോ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്, ബിസിനസിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ഇറക്കി, ആ ഫണ്ടില് എത്രത്തോളം ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്. ആ ഫണ്ടിലെ എത്രത്തോളം ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ട്. ഫണ്ട് പ്രോപ്പർ ആയിട്ട് തന്നെയാണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഒരു ഓർഗനൈസേഷന് അറിയേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി മാനേജേഴ്സിനെ ഡിസിഷൻസ് എടുക്കാൻ. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ആ അനാലിസിസിനാണ് നമ്മൾ പറയാ ഫണ്ട് ഫ്ലോ അനാലിസിസ്. സോ അവിടെ നമ്പർ 1 ആ വേർഡ് എന്താണ് ഫണ്ട് എന്നുള്ളത് അറിയണം. നമ്മൾ സാധാരണ പറയുന്നതാണ് ഫണ്ട്. ഫണ്ട് മീൻസ് എന്താണ്? ക്യാഷ് അല്ലെ, മണി. അതിനെയാണ് ഫണ്ട് എന്ന് പറയാ. സോ ഇവിടെ ആ ഫണ്ടിനെ തന്നെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫണ്ടിനെ തന്നെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ ഞാൻ കൺസെപ്റ്റ് ഓഫ് ഫണ്ട് ആണ് പറയുന്നത്. ഞാൻ ഫണ്ടിനെ 3ആയിട്ടാണ് പറയുന്നത്. നമ്പർ 1 നാരോ സെൻസിൽ എന്താണ് ഫണ്ട്. നമ്പർ 2 ബ്രോഡർ സെൻസിൽ എന്താണ് ഫണ്ട്. നമ്പർ 3 പോപ്പുലർ സെൻസിൽ എന്താണ് ഫണ്ട്. സോ നമ്പർ 1 നാരോ സെൻസിൽ എല്ലാവരും പറയുന്നതാണ് ഫണ്ട് ഉണ്ടോ, ഫണ്ട് ഉണ്ടോ, എന്താണ് ക്യാഷ് ഉണ്ടോ അല്ലെ. സോ സിംപ്ലി നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് എന്താ? ക്യാഷ് ആണ്. സോ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അറിയാനുള്ളത് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ വന്നു, എത്രത്തോളം ക്യാഷ് അങ്ങോട്ട് പോയി. സോ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ നാരോ സെൻസിലെ ഫണ്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി ക്യാഷ് ആണ്. ആ ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ നാരോ സെൻസിലെ ക്യാഷ്. നെക്സ്റ്റ് ബ്രോഡർ സെൻസിലോട്ട് വരുമ്പോ ക്യാഷ് മാത്രമല്ല, ക്യാഷ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് എടുത്ത് നമ്മൾ ക്യാഷിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന മറ്റ് എല്ലാ റിസോഴ്സസിനെയും നമുക്ക് ഫണ്ട് എന്ന് പറയാം. ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻ ദി ഫോം ഓഫ് മെൻ, മെറ്റീരിയൽ, മണി, മിഷനറി അല്ലെ. നമുക്ക് പൈസ കിട്ടി, ആ പൈസ വെച്ച് നമ്മൾ മിഷനറി മേടിച്ചു അല്ലെ, മെറ്റീരിയൽസ് മേടിച്ചു. അപ്പൊ അതൊക്കെ ക്യാഷിന് തുല്യമായിട്ടുള്ള ഒന്നാണ്. സോ അതിനെയും നമുക്ക് പറയാം ഫണ്ട്. അതാണ് ബ്രോഡർ സെൻസിലെ ഫണ്ട്. ആൻഡ് മൂവിംഗ് ടു ലാസ്റ്റ് വൺ,
പോപ്പുലർ സെൻസിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് വാട്ട്? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റി. ഒരു ഓർഗനൈസേഷനിലെ കറന്റ് അസറ്റ്സിൽ നിന്ന് കറന്റ് ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ പർപ്പസിന് നമുക്ക് വേണ്ടി വരുന്ന ഫണ്ടിനെയാണ് അല്ലെങ്കിൽ പൈസേനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് സാധാരണ ഫണ്ട് എന്ന് നമുക്ക് ശരിയായിട്ട് പറയാൻ സാധിക്കുക ഒരു പോപ്പുലർ സെൻസിൽ. ദാറ്റ് മീൻസ് എന്താ, നമുക്ക് കറണ്ട് അസറ്റ് ആയിട്ട് എത്രത്തോളം നമ്മുടെ കയ്യിലുണ്ട് അല്ലെ, ഡേ ടു ഡേ പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന അല്ലെങ്കിൽ അസറ്റിനെയാണ് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു ക്യാഷ് ഈസിലി അല്ലെ. അപ്പൊ അതാണ് കറണ്ട് അസറ്റ് വിത്തിൻ 1 ഇയറിൽ. ദെൻ വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ലൈബിലിറ്റി ആണ് കറന്റ് ലൈബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെറ്റ് ഫിഗർ ആണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഫണ്ട്. അതിനെയാണ് നമുക്ക് ഫണ്ട് എന്ന് പറയാം. ആ ഫണ്ടിന്റെ അനാലിസിസ് ആണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും നമ്മൾ പഠിക്കുക, 2 ഇയേഴ്സിന്റെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് വരും. 2 ഇയേഴ്സിന്റെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ്. അപ്പോ അവിടെ കമ്പയറിംഗ് വിത്ത് ഏർലിയർ ഇയർ പ്രസന്റ് ഇയറിലോട്ട് വരുമ്പോ ഫണ്ടിന് എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ഫണ്ടിന് വന്നിട്ടുള്ള ചേഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഫണ്ട് ഫ്ലോ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ് പലപ്പോഴും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന്, മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്. ഓക്കെ, അപ്പൊ നമുക്കറിയണം ഏതൊക്കെയാണ് നമുക്ക് ഈ ഫണ്ട് വന്നു. അപ്പൊ ഫണ്ട് വരുമ്പോൾ അവിടെ 2 സാധ്യതകളാണ് ഉള്ളത്. ഫണ്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം നമ്മുടെ സോഴ്സ് ആണ്. ദെൻ ഈ ഫണ്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് അല്ലെ. നമ്മളൊരു ബാലൻസ് ഷീറ്റിന് നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിന് 2 സൈഡ് ലൈബിലിറ്റി അസറ്റ്. അപ്പൊ ലൈബിലിറ്റി സൈഡിൽ എന്താണ്, സോഴ്സസ് ആണ് അല്ലെ. ലൈബിലിറ്റി സൈഡ് നോക്കണെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ട്, ലോണുകൾ ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്, നമ്മൾ പല സ്ഥലത്തു നിന്നും നമ്മൾ റേസ് ചെയ്തിട്ടുള്ള ഫണ്ടാണ്, പൈസയാണ്. എന്തിനു വേണ്ടി, ബിസിനസിന് വേണ്ടി. ഈ പൈസ വെച്ചിട്ടുള്ള അസറ്റ് സൈഡില് മെഷീനറി മേടിക്കണം, അപ്ലൈ ചെയ്യാണ് അല്ലെ. മെഷീനറി മേടിക്കണം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിക്കണം, ഇൻവെസ്റ്റ്മെന്റിലോട്ട് അല്ലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ലെഫ്റ്റ് സൈഡില് നമുക്ക് സോഴ്സസ് ആണ് ശരിക്കും, ലൈബിലിറ്റി സൈഡ് സോഴ്സസ് ആണ്. ഈ പൈസ വെച്ചിട്ട് റൈറ്റ് സൈഡില് അസറ്റ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, മെഷീനറി രൂപത്തിലോ മറ്റ് പല രൂപത്തിലോ. അപ്പൊ ഒരു ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് സോഴ്സ് ആയിട്ട്, റൈറ്റ് സൈഡ് ആപ്ലിക്കേഷൻ ആണ്. എങ്കിൽ നമുക്കിവിടെ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ എങ്ങനെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷന് സോഴ്സ് ഓഫ് ഫണ്ട്, ഫണ്ട് ഇങ്ങോട്ട് വരാൻ സാധ്യത, ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ഫണ്ട് വരാൻ സാധ്യത, ഏതൊക്കെ മാർഗത്തിലൂടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോകാൻ സാധ്യത. അപ്പൊ ഇതിനെയാണ് അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എന്താണ് പറയുന്നത്, സോഴ്സസ് ഓഫ് ഫണ്ട്, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അതിന്റെ 10 രൂപ നമുക്ക് സോഴ്സ് ആയിട്ട് കിട്ടിയെങ്കിൽ ആ 10 രൂപ വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് അപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, എനിക്ക് ആ 10 ലക്ഷം രൂപയിൽ നിന്ന് ഒരു 6 ലക്ഷം എടുത്തിട്ട് ഒരു മെഷീനറി മേടിക്കണം. അപ്പോ നമ്മള് എന്താണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയാൽ എന്താ, 10 ലക്ഷം രൂപ നമുക്ക് ഫണ്ടായിട്ട് വന്നു, കടം മേടിച്ചു, ലോണായിട്ട് നമ്മൾ 10 ലക്ഷം രൂപ കടം മേടിച്ചു. ആ 10 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡില് മെഷീനറി മേടിച്ചു 6 ലക്ഷം. അപ്പൊ അപ്പുറത്തെ മെഷീനറി വന്നു, ബാലൻസ് 4 ലാക്ക് ക്യാഷ് ആയിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മൾ ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആയി പോവാം. അപ്പൊ സോഴ്സ് എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്, ഏതൊക്കെ മാർഗത്തിലൂടെ സോഴ്സ് വരും, ഏതൊക്കെ മാർഗത്തിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകും. ഇതാണ് സോഴ്സും ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതൊക്കെയാണ് സോഴ്സ് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റാം. അപ്പോ ഇവിടെ കുറച്ച് പോയിന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണ്ടി വരാം. ഇതിലോട്ട് വേണ്ട അല്ലെങ്കിൽ ഇതിലോട്ട് വേണ്ട ഓരോ ഐറ്റംസും എങ്ങനെയൊക്കെ കണ്ടെത്താം, അതിനൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം, ഇതൊക്കെയാണ് നമുക്ക് അറിയാനല്ലേ. അപ്പൊ ഞാൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറയാണ്. നമ്പർ 1, ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. കമ്പനി ഷെയർ ഇഷ്യൂ നടത്തുന്നു, പബ്ലിക്കിനെ റേസ് ചെയ്യുന്നു, ഫണ്ട് വരാണ് സോഴ്സസ് അല്ലെ. അപ്പോ നമുക്ക് 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് അവിടെ 10 ലക്ഷം രൂപയാണ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തെ കൊല്ലം നോക്കുമ്പോൾ 12 ലക്ഷം രൂപ. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, നമ്മൾ 2 കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ വീണ്ടും ഇഷ്യൂ നടത്തിയിട്ടുണ്ടോ, അപ്പൊ 2 ലക്ഷം രൂപ കൂടുതൽ വന്നുണ്ട്. അപ്പൊ അത് സോഴ്സ് ആണ്.
അപ്പൊ അതാണ് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. കമ്പയർ, ഇവിടെ എന്താണ് കമ്പയർ ചെയ്യാണ്, ലാസ്റ്റ് ഇയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയറിൽ അവിടെ ഷെയർ ക്യാപിറ്റൽ കൂടിയിരിക്കണം, അതാണ് ഇഷ്യൂ. അപ്പൊ നമുക്ക് എത്രത്തോളം അവിടെ സോഴ്സ് ഓഫ് ഫണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡിഫറൻസ് കണ്ടാൽ മതി പ്രീവിയസ് ഇയറിലും കറണ്ട് ഇയറിന്റെയും. ക്ലിയർ? നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓഫ് ലോങ് ടൈം ലോൺസ്. ഡിബഞ്ചേഴ്സും ഇതേപോലെ തന്നെ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് തന്നു. നമ്മൾ നോക്കുമ്പോൾ ഡിബഞ്ചേഴ്സ് ഫസ്റ്റ് ഇയർ എത്രയുണ്ട്, 2 lakh. സെക്കൻഡ് ഇയർ നോക്കുമ്പോൾ 3,50,000. അപ്പൊ 1,50,000 രൂപയുടെ അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട് വന്നിരിക്കുന്നു. അപ്പൊ രണ്ടാമത് നമുക്കപ്പോ എഴുതി കൂടെ, സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. എന്താണ്, നമുക്ക് ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു മെഷീനറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ മെഷീനറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിറ്റു, അല്ലെ? വിറ്റു. അപ്പൊ 6 ലക്ഷം രൂപ വാല്യൂ ഉണ്ടായിരുന്ന മെഷീനറിയാണ് ഞാൻ അത് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പോ അവിടെ വിൽക്കുമ്പോ നമുക്ക് സെയിലാണ്. അപ്പൊ എത്ര രൂപ കിട്ടി നമുക്ക്? ഇപ്പൊ 3.5 ലക്ഷം രൂപ കിട്ടി. സോ വീണ്ടും അവിടെ ഫണ്ട് വരാണ്. 6 ലക്ഷം രൂപ വാല്യൂ ഉണ്ടായിരുന്നത് 3.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ അവിടെ 3.5 ലക്ഷം രൂപ നമുക്ക് കയ്യിലോട്ട് വന്നു. അപ്പൊ അത് സോഴ്സ് ആണ്, നമ്മൾ എവിടെ കാണിക്കണം, സോഴ്സ് ഓഫ് ഫണ്ടിൽ കാണിക്കണം. ദെൻ അവിടെ ലാഭം നോക്കണം, നഷ്ടം നോക്കണം, അല്ലെ? ഈ പറയുന്ന 6 ലക്ഷം രൂപ വാല്യൂ ഉണ്ടായിരുന്നത് ഒരു ഒന്നര കൊല്ലാണ് യൂസ് ചെയ്തത് എങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വീണ്ടും എന്താണ്, അക്കൗണ്ട് പ്രിപ്പറേഷൻ വേണ്ടി വരും. അക്കൗണ്ട്, ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് വരച്ചാൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ സെയിലാണോ, ദെൻ എന്താണ്, എത്രത്തോളം ലാഭമുണ്ട്, എത്രത്തോളം നഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഇവിടെ ഷെയർ ക്യാപിറ്റലിന്റെയും ഡിബഞ്ചേഴ്സിന്റെയും ചേഞ്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റും. ഓൺ ദി അതർ ഹാൻഡ് ഫിക്സഡ് അസറ്റിന്റെ സെയിലാണോ, ദെൻ സെയിൽ ആണെങ്കിൽ അവിടെ ലാഭം ഉണ്ടോ നഷ്ടം ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് തരുമ്പോ അവിടെ ഒരു മെഷീനറിയുടെ അക്കൗണ്ട് ഉണ്ട്. ദെൻ അവിടെ ഒരു മെഷീനറി, ഒരു പാർട്ട് ഓഫ് മെഷീനറി വിറ്റിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് വരച്ചാൽ മാത്രമേ നമുക്ക് ആക്ച്വൽ എത്രത്തോളം സെയിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് മൂന്നാമത്തെ. അപ്പൊ അവിടെ 3.5 ലക്ഷം രൂപ സോഴ്സ് ആണ്, അതുകൊണ്ടാണ് അടുത്ത പോയിന്റ് ആയിട്ട് അത് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നോൺ ട്രേഡിംഗ് ഇൻകം. നോൺ ട്രേഡിംഗ് ആയിട്ട് വേറെ വല്ല ഇൻകം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ അതും നമ്മുടെ സോഴ്സ് ആണ്, ഇങ്ങോട്ട് വന്നതാണ്. ദെൻ 5ാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് പറഞ്ഞു, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ആക്ച്വൽ ഉള്ള ഫണ്ടാണ് എന്ത് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ അപ്പൊ ഫണ്ട് ഇരിക്കുകയാണ്, അല്ലെ? 2 കൊല്ലത്തെ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർ ചെയ്യാണ്. ആദ്യത്തെ കൊല്ലം 10 ലക്ഷം, രണ്ടാമത്തെ കൊല്ലം 8 ലക്ഷം. അപ്പൊ 10 ലക്ഷം ഉള്ളത് 8 ലക്ഷമായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, നമ്മുടെ കയ്യില് പൈസ ഇരിക്കുകയാണ്. നേരെ മറിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, അപ്ലൈ ചെയ്തു എന്നാ. ഒരു കാര്യത്തിൽ തെറ്റിദ്ധരിക്കരുത്, വീണ്ടും പറയുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്ന് വിചാരിക്കുക. 2 ലക്ഷം ഉള്ളത് 3 ലക്ഷമായിട്ട് കൂടി. അതിന്റെ അർത്ഥം എന്നിട്ടാ 1 ലക്ഷം രൂപ കൂടുതൽ അപ്ലൈ ചെയ്തു. അപ്പോ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നാണ് അർത്ഥം. അത് എവിടെ എഴുതേണ്ടി വരും, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എഴുതേണ്ടി വരും. നേരെ മറിച്ച് ഡിക്രീസ് ആണെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് പൈസ അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സൈഡിൽ അത്രത്തോളം യൂസ് ചെയ്തു. ഡിക്രീസ് ആണെങ്കിൽ അത് എവിടെ എഴുതണം, ഈ പറയുന്ന സോഴ്സ് ഓഫ് ഫണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് അവിടെ എടുക്കേണ്ടി വരും, കറണ്ട് അസറ്റ്സ് മൊത്തം എടുക്കണം, കറണ്ട് ലയബിലിറ്റി മൊത്തം എടുക്കണം, അല്ലെ? 2 കൊല്ലത്തെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കേണ്ടി വരും. അതിനെയാണ് പറയാ സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്? അപ്പൊ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരാം, വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയിട്ടുണ്ടോ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെ എഴുതണം, സോഴ്സിൽ എഴുതണം, കൂടിയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്ന സ്റ്റേറ്റ്മെന്റാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പോ ദാറ്റ്സ് 5th ഇമ്പോർട്ടന്റ് പോയിന്റ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അറിയേണ്ട ഒരു സംഭവമാണ് ഫണ്ട് ഫ്രം ബിസിനസ് ഓപ്പറേഷൻ. ഈ ഫണ്ടിന്റെ ബേസിൽ നമുക്ക് ബെനിഫിറ്റ് ആണോ
ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ, ആക്ടിവിറ്റീസ് നടത്തിയിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ, ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ, പിന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ വരയ്ക്കേണ്ട ഒരു അക്കൗണ്ട് ആണ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട്. അപ്പോൾ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചാൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ് P&L അക്കൗണ്ട് വരച്ചാൽ, അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചാൽ മാത്രമേ നമുക്ക് അത് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് ആയിട്ടും വരയ്ക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും വരയ്ക്കാറുണ്ട്. ഞാനിപ്പോ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് എന്ന് പറയുന്നു. അപ്പൊ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചാൽ മാത്രമേ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് വന്നു, സോ സോഴ്സ് ആണ്. ഇനി ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ആണ്, കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷനിലെ സോഴ്സസ് ഓഫ് ഫണ്ട് അതിന്റെ കീഴിലോട്ട് വരാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ, ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇപ്പോ അതിനേക്കാൾ മുമ്പ് വരയ്ക്കേണ്ടി വരും? എന്തൊക്കെയാ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചസ് അറിയണം, ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ. അതിന് നമ്മൾ വരയ്ക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് പറയാ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഞാൻ പറഞ്ഞു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ എന്ന് അറിയണം. അതിന് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് അറിയണം. ഓക്കെ, ഇനി ഇവിടെ വല്ല ഫിക്സഡ് അസറ്റിന്റെ സെയിലോ പെർച്ചേസോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അസറ്റ്സിന്റെ അക്കൗണ്ടും വരയ്ക്കണം. ഇതൊക്കെ കണ്ടുപിടിച്ച് എത്രത്തോളം ഫണ്ട് ചേഞ്ചസ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനലി ഇതിലോട്ട് വരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 4 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ ഇതൊക്കെയാണ് സോഴ്സസ്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളത് അല്ലെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ഇതൊക്കെ നമുക്ക് വന്നതാണ് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ഈ ഫണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ചസ് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കണ്ടേ. ഇപ്പൊ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണത്. അപ്പൊ നമ്പർ 1, redemption of preference share capital. Redemption means what? Repayment. അപ്പൊ പ്രിഫറൻസ് ഷെയർസ് നോക്കിയപ്പോ ആദ്യത്തെ കൊല്ലം 5 ലക്ഷം, രണ്ടാമത്തെ കൊല്ലം 4 ലക്ഷം. അപ്പൊ അതിന്റെ അർത്ഥം എന്നിട്ടാ 1 lakh നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചു, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ആപ്ലിക്കേഷൻ ആണ്, പൈസ പോയി. ഇനി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇതുപോലെ തന്നെ 5 ലക്ഷം ഉണ്ടായിരുന്നു, പിന്നെ നോക്കിയപ്പോ രണ്ടാമത്തെ കൊല്ലം 3 lakh 2 lakh റീപേയ്മെന്റ് നടത്തി, കയ്യിൽ നിന്ന് പൈസ പോയി, ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് റീപേയ്മെന്റ് ഓഫ് ലോങ് ടൈം ലോൺസ്. അവിടെയും ലോൺ ആദ്യത്തെ കൊല്ലം 10 ലക്ഷം, രണ്ടാമത്തെ കൊല്ലം 6 ലക്ഷം. അപ്പൊ അവിടെ 4 ലക്ഷം കൊടുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എവിടെ കാണിക്കുക? ആപ്ലിക്കേഷനിലാണ് കാണിക്കുക. നെക്സ്റ്റ് purchase of fixed assets or long term investment. ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ സെയിലിനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പെർച്ചേസും ചെയ്യാമല്ലോ. പുതിയതായിട്ട് മേടിച്ചു ഫിക്സഡ് അസറ്റ്, മെഷീനറി പുതിയത് മേടിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എന്താണ് പോവാണ് ചെയ്തേ, അത് എവിടെ എഴുതേണ്ടി വരും? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എഴുതേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ടാക്സ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണ്ടാവും, കയ്യിൽ നിന്ന് പൈസ പോയി. ടാക്സ് അടയ്ക്കണ്ടാവും, കയ്യിൽ നിന്ന് പൈസ പോയി. ഓക്കെ, അപ്പൊ 2 കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് എഴുതണം, ടാക്സ് ഉണ്ടെങ്കിൽ അത് എഴുതണം. അപ്പൊ അതുകൂടി കയ്യിൽ നിന്ന് പൈസ പോയി. നെക്സ്റ്റ് എന്തെങ്കിലും നോൺ ട്രേഡിംഗ് പേയ്മെന്റ് നടത്തണമെങ്കിൽ അത് ഇവിടെ നോൺ ട്രേഡിംഗ് ഇൻകം ഉണ്ടെങ്കിൽ എഴുതണം, സോഴ്സിലെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ എഴുതണം. ദെൻ ഇവിടെ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പോവാണ്, അപ്പൊ അതുകൂടെ എഴുതണം. ദെൻ ഫണ്ട് ലോസ് ത്രൂ ബിസിനസ് ഓപ്പറേഷൻ, ദാറ്റ് മീൻസ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഫണ്ട് ഫ്രം ആണെങ്കിൽ സോഴ്സിലെ, ഫണ്ട് ലോസ്റ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷനിൽ. അപ്പൊ ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫണ്ടിന്റെയും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിന്റെയും ഡീറ്റെയിൽസ്. ഇതിനെയാണ് നമ്മൾ പറയാ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം ഇതിലോട്ട് വരണമെങ്കിൽ. നമ്പർ 1, we want to know working capital changes. For that purpose we want to calculate എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വരയ്ക്കേണ്ട എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഞാനിപ്പോ പറയാതൊന്നും കൂടി. രണ്ടാമത് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. അതിനകത്ത് മുമ്പ് നമുക്ക് ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റ്സിന്റെ ചേഞ്ചസ് അറിയണമെങ്കിൽ അതിന്റെ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ഫൈനലി ആണ് ഈ പറഞ്ഞ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിലോട്ട് പോവാം. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയോ? എന്താണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കണം എന്നുള്ളത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിക്ക് ഫണ്ടിന്റെ ചേഞ്ചസ്, ഇവിടെ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചേഞ്ചസ് അറിയണം. അപ്പൊ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് അവിടെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് സാധാരണ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് പറയുന്നു? ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, രണ്ട് ബാലൻസ് ഷീറ്റിന്റെ ചേഞ്ചസ് അല്ലേ, രണ്ട് ബാലൻസ് ഷീറ്റിന്റെ ഫണ്ടിന്റെ ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ വേറൊരു പേര് പറഞ്ഞൂടെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് പറയുന്നത്, സാധാരണ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാം. ദെൻ ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എന്താ, 2 കൊല്ലത്തെ ഫിനാൻഷ്യൽ പൊസിഷന്റെ ചേഞ്ചസ് ആണ് നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോ ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരെന്താ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. അതാണ് നമ്മൾ പറയുന്നത്, 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റിന്റെ ഫണ്ടിന്റെ ചേഞ്ചസ്. ആ ചേഞ്ചസ് അറിയണമെങ്കിൽ ഇത്രത്തോളം ഐറ്റംസ് ഒക്കെ അറിയണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്റ്റേറ്റ്മെന്റും അക്കൗണ്ടും ഒക്കെ വരയ്ക്കണം. ആ സ്റ്റെപ്പിലൂടെ പോയതിനു ശേഷം മാത്രമേ ഇതിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടി 1 by 1 ആയിട്ട് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, സോ നമുക്ക് അതിലോട്ട് പോവാം. സോ നമ്മള് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലോട്ട് എന്തൊക്കെ വേണം, സോഴ്സ് ഏതൊക്കെയാണ്, ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടു. സോ ഇനി അതിന്റെ പ്രിപ്പറേഷനിലോട്ട് പോകുമ്പോൾ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ്, സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകണ്ടേ എന്നുള്ളത് നോക്കാം. ഞാനിപ്പോ പറഞ്ഞാണ്, പക്ഷെ അത് കറക്റ്റ് ആയിട്ടൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം. സോ നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ, ദാറ്റ് മീൻസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ഇൻക്രീസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ആണ്, ഡിക്രീസ് ആണെങ്കിൽ സോഴ്സ് ആണ്. സോ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് അതാണ്. അപ്പോ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണമെങ്കിൽ ആദ്യം വരയ്ക്കേണ്ടത് എന്താ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിക്സഡ് അസറ്റിന്റെ സെയിൽ നടന്നിട്ടുണ്ടോ, ഫിക്സഡ് അസറ്റ് പെർച്ചേസ് നടന്നിട്ടുണ്ടോ, ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഫിക്സഡ് അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ദാറ്റ് മീൻസ് നോൺ കറന്റ് അസറ്റ്. അതാണ് 2ാമത്തെ സ്റ്റെപ്പ്. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് to identify hidden transactions from non-current assets and non-current liability. അപ്പൊ എന്താ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ്സ്, അവിടെ ചിലപ്പോൾ പർച്ചേസ് ഉണ്ടായിരിക്കും, അഡീഷണൽ മേടിച്ച പർച്ചേസ്. ദെൻ വിൽക്കാണെങ്കിൽ അവിടെ സെയിലാണ്. അപ്പൊ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ ദാറ്റ് മീൻസ് നോൺ കറന്റ് അസറ്റിന്റെ അക്കൗണ്ട് വരയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് 2ാമത്. അപ്പൊ എല്ലാ പ്രോബ്ലത്തിലും ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരച്ചു, അതിനുശേഷം അക്കൗണ്ട്സ് വരച്ച് ഇങ്ങനെ വല്ല രീതിയിൽ നമുക്ക് സോഴ്സ് ഉണ്ടോ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ പറഞ്ഞു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആണോ എന്ന് അറിയണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ടും കണ്ടുപിടിക്കാം. അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ച് ഈസി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം അപ്പൊ റവന്യൂ എക്സ്പെൻസസും ഇൻകംസും കമ്പയർ ചെയ്തിട്ടാണ്, നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. അപ്പോ അതാണ് 3ാമത്. അപ്പൊ അവിടെ ഫണ്ട് ഫ്രം ആണെങ്കിൽ സോഴ്സ് ആണ്, ഫണ്ട് ലോസ്റ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ആണ്. ഇതൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഫൈനലി ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ അവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് 2 സൈഡാണ്, ലെഫ്റ്റ് സൈഡ് സോഴ്സ് ഓഫ് ഫണ്ടും റൈറ്റ് സൈഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് ഫണ്ടും. ഇങ്ങനെ 4 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അറിയാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കടന്നു പോകേണ്ടി വരാം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എസ് ആയിട്ട് പലപ്പോഴും വരാറുള്ളതാണ്. 15 മാർക്സിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കുക. അപ്പൊ അതിന്റെ ഫോമാറ്റ് ഉണ്ട്, പെർഫോം ഉണ്ട്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അറിയാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ കുറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. ദെൻ അക്കൗണ്ട് വരയ്ക്കാൻ നമുക്ക് എന്താണ്, അതിന് സെപ്പറേറ്റ് ഒന്നുമില്ല, അക്കൗണ്ട് വരച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. പുതിയതായിട്ട് പിന്നെ പഠിക്കാനുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അറിയാൻ വേണ്ടി അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലോട്ട് വരേണ്ടത്. അപ്പൊ ഇത്ര കാര്യങ്ങളിലോട്ട് ഇനി വീണ്ടും കടക്കാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ്, ദെൻ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ച് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ പ്രോബ്ലം അതിന് ശേഷമായിരിക്കും നമ്മൾ പോവുക വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. സോ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും മനസ്സിലാക്കുക കാര്യങ്ങൾ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ ക്ലാരിറ്റി തരുന്നതായിരിക്കും.
അപ്പോൾ ഫണ്ട് ഫ്ലോ അനാലിസിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഇൻട്രോ ആണ് ഞാൻ തന്നെ. എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.